ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല ഇന്നത്തെ പ്രസ് റിലീസ് അപ്ഡേറ്റുകൾ നോക്കാം. ആദ്യം 12/8/2025 ആൻഡ് അതുപോലെ തന്നെ ഇന്നലത്തെ അപ്ഡേറ്റ് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൂടി ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രസ് റിലീസ് അപ്ഡേറ്റ് പ്രകാരം വിദൂര വിദ്യാഭ്യാസ വിഭാഗം 2024 നവംബറിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ BBA പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ വച്ച് തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുമായിട്ട് ഓഗസ്റ്റ് 19 വരെയും പ്രവർത്തനങ്ങളിൽ റീവാലുവേഷൻ EJ തേർഡ് സെക്ഷനിൽ ഹാജരാകണം. കേരള സർവകലാശാലയുടെ കീഴിലുള്ള രാജാ രവിവർമ്മ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സിലേക്ക് മാസ്റ്റർ ഓഫ് വിഷ്വൽ ആർട്സ് ഇൻ പെയിൻറ്റിംഗ്, മാസ്റ്റർ ഓഫ് വിഷ്വൽ ആർട്സ് ഇൻ ആർട്സ് ഹിസ്റ്ററി എന്നീ കോഴ്സുകളിലേക്ക് 2025-26 വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. പൂരിപ്പിച്ച അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 2025 ഓഗസ്റ്റ് 27. പ്രവേശന പരീക്ഷ സെപ്റ്റംബർ 12, അഭിമുഖം സെപ്റ്റംബർ 23, ക്ലാസുകൾ ആരംഭിക്കുന്ന തീയതി സെപ്റ്റംബർ 29. മൂന്നാം സെമസ്റ്റർ പഞ്ചവർഷ MBA ഇൻ്റഗ്രേറ്റ് 2015-22 സ്കീം റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി ഓഗസ്റ്റ് 2025 പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ഒന്നാം സെമസ്റ്റർ പഞ്ചവർഷ MBA ഇൻ്റഗ്രേറ്റ് 2015-22 സ്കീം റെഗുലർ സപ്ലിമെൻ്ററി ഓഗസ്റ്റ് 2025 പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. അഞ്ചാം സെമസ്റ്റർ പഞ്ചവർഷ MBA ഇൻ്റഗ്രേറ്റ് 2022-15 സ്കീം റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി ഓഗസ്റ്റ് 2025 പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബർ 12 ആരംഭിക്കുന്ന ഒന്നാം സെമസ്റ്റർ MBA പെയിൻറ്റിംഗ് റെഗുലർ സപ്ലിമെൻ്ററി മേഴ്സിസ്റ്റൻസ് പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2025 ജൂലൈയിൽ നടത്തിയ നാലാം സെമസ്റ്റർ BPA ഡാൻസ് റെഗുലർ 2023 അഡ്മിഷൻ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി, 22 അഡ്മിഷൻ സപ്ലിമെൻ്ററി, 21-20 അഡ്മിഷൻ മേഴ്സിസ്റ്റൻസ്, 17-19 അഡ്മിഷൻ പ്രാക്ടിക്കൽ പരീക്ഷകൾ ഓഗസ്റ്റ് 20 മുതൽ ആരംഭിക്കുന്നു. ജൂണിൽ നടത്തിയ നാലാം സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് ഹിയറിംഗ് ഇംപേർഡ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഓഗസ്റ്റ് 19, 20, 21 തീയതികളിൽ അതാത് കോളേജുകളിൽ വെച്ച് നടത്തപ്പെടുന്നു. കേരള സർവകലാശാലയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോയിൽ 2025 മെയ്യിൽ നടത്തിയ PG ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റൈറ്റ്സ് 2023-24 ബാച്ച് റെഗുലർ പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 18 ആരംഭിക്കുന്ന രണ്ടാം സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് 320 ഓഗസ്റ്റ് 2025 പരീക്ഷയ്ക്ക് UIT മുതുകളം പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കാർത്തികപ്പള്ളിയിൽ നിന്നും ഹാൾ ടിക്കറ്റ് കൈപ്പറ്റി അവിടെ പരീക്ഷ എഴുതേണ്ടതാണ്. കേരള സർവകലാശാല ഇനി മുതൽ നടത്താനിരുന്ന CBCS BCom ഫിനാൻസ് സപ്ലിമെൻ്ററി പരീക്ഷകൾക്ക് മടത്തറ ട്രാവൻകൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഡോക്ടർ പൽപ്പു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാങ്ങാടിൽ നിന്നും ഹാൾ ടിക്കറ്റ് കൈപ്പറ്റി അവിടെ പരീക്ഷ എഴുതേണ്ടതാണ്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടത്തെ ഒന്നാം വർഷ BTech കോഴ്സുകളിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി ഒഴിവുള്ള സീറ്റിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 2025 ഓഗസ്റ്റ് 13 10 മണി മുതൽ കോളേജ് ഓഫീസിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. കീം 2025 യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 9995142426, 9388011160, അതുപോലെ 9447125125 എന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കേരള സർവകലാശാല ഒന്നാം വർഷ MEd പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനറൽ കമ്മ്യൂണിറ്റി കോട്ട SC/ST ഭിന്നശേഷി വിഭാഗക്കാർ മറ്റ് സംഭരണ വിഭാഗങ്ങൾക്കുള്ള 14/8/2025 സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നു. നിങ്ങൾക്ക് ഒന്നാം വർഷ MEd കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഗവ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ തൈക്കാട് തിരുവനന്തപുരം വെച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, യോഗ്യത തെളിയിക്കുന്ന മാർക്ക് ലിസ്റ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മറ്റ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഹാജരാക്കണം. അലോട്ട്മെൻറ്റ് സെൻറ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണത്തിൽ നിങ്ങൾക്ക് ഹാജരാകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായി ഓതറൈസേഷൻ ലെറ്റർ കൊടുത്ത് ആരെങ്കിലും അയക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ സർവകലാശാല അഡ്മിഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരെ റാങ്ക് ലിസ്റ്റിലെ വിദ്യാർത്ഥികളെ പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒഴിവുള്ള സീറ്റുകളിലേക്ക് പരിഗണിക്കുക. ദെൻ BEd പ്രവേശനവുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജനറൽ, KUCTE, മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്ക് രണ്ടാം ഘട്ട സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 16 നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത് 8:30 EMS ഹാൾ കാര്യവട്ടത്ത് വെച്ചായിരിക്കും നടത്തപ്പെടുന്നത്. 8:30 മണി മുതൽ 10 മണി വരെയാണ് രജിസ്ട്രേഷൻ. സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റ് ഔട്ട് സഹിതം രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിനിധി അയക്കാവുന്നതാണ് ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തിട്ട്. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ വിദ്യാർത്ഥികളിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. BEd പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇന്നലത്തെ അപ്ഡേറ്റുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാം സെമസ്റ്റർ BTech 2020 സ്കീം
2024 ഒക്ടോബറിൽ നടത്തിയ കമ്പൈൻഡ് 1-2 സെമസ്റ്റർ BTech 2008 സ്കീം 2024 ജൂണിൽ നടത്തിയ കമ്പൈൻഡ് 1-2 സെമസ്റ്റർ BTech 2013 സ്കീം എന്നീ പരീക്ഷകളുടെ സ്ക്രൂട്ടിനി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഫോട്ടോ തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുമായിട്ട് ഓഗസ്റ്റ് 12 മുതൽ 16 വരെയുള്ള പ്രവർത്തനങ്ങളിൽ റീവാലുവേഷൻ EJ4 സെക്ഷനിൽ ഹാജരാകണം. രണ്ടാം സെമസ്റ്റർ PG ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഉൾപ്പെടുത്തിയുള്ള പരീക്ഷകൾ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. പരീക്ഷകൾ 2025 ഓഗസ്റ്റ് 19 മുതൽ ആരംഭിക്കും. CA മാർക്കുകൾ ഓൺലൈനായിട്ടും ഹാർഡ് കോപ്പി ഉദ്യോഗാർത്ഥികളുടെ ഒപ്പുകൂടി സ്കാൻ ചെയ്ത കോപ്പി സർവകലാശാല ഓഫീസിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 8 ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ CBCSS BSc റെഗുലർ 2023 അഡ്മിഷൻ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷയുടെ സൈക്കോളജി, കോംപ്ലിമെന്ററി കമ്പ്യൂട്ടർ സയൻസ്, മെഷീൻ ലേണിംഗ് പ്രാക്ടിക്കൽ പരീക്ഷകൾ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓഗസ്റ്റിൽ നടത്തുന്ന 2ാം സെമസ്റ്റർ MCA റെഗുലർ 2024 സ്കീം, സപ്ലിമെന്ററി 2020 സ്കീം പരീക്ഷയുടെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2ാം സെമസ്റ്റർ MCA മേസിസ്റ്റന്റ് 2020 അഡ്മിഷൻ 20 സ്കീം പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2ാം സെമസ്റ്റർ MSc ഫിസിക്സ് ന്യൂ ജനറേഷൻ കോഴ്സ് ഓഗസ്റ്റ് 2025 പരീക്ഷയ്ക്ക് ഫൈൻ ഇല്ലാണ്ട് ഓഗസ്റ്റ് 14 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഫെബ്രുവരിയിൽ നടത്തിയ 1ാം സെമസ്റ്റർ MA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MSc ജിയോഗ്രഫി, സുവോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് ഓഗസ്റ്റ് 17 വരെ SLCM പോർട്ടൽ മുഖേന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 2024 നവംബറിൽ നടത്തിയ 6ാം സെമസ്റ്റർ പഞ്ചവർഷ MBA ഇൻഡക്ട് 2015 സ്കീം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. 2024 നവംബറിൽ നടത്തിയ 6ാം സെമസ്റ്റർ ഇൻഡക്ട് പഞ്ചവർഷ LLB പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് പുനർമൂല്യനിർണ്ണയത്തിനും ഓഗസ്റ്റ് 18 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വിദൂര വിദ്യാഭ്യാസ വിഭാഗം 2025 ഏപ്രിൽ നടത്തിയ മെയ് മാസങ്ങളിൽ നടത്തിയ 5-6 സെമസ്റ്റർ BA എക്കണോമിക്സ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. സൂക്ഷ്മ പരിശോധനയ്ക്കും പുനർമൂല്യനിർണ്ണയത്തിനും ഓഗസ്റ്റ് 18 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2ാം സെമസ്റ്റർ CBCSS കരിയർ റിലേറ്റഡ് ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി മെഡിസിൻ BC BSc കമ്പ്യൂട്ടർ സയൻസ്, BBA BSc ബയോകെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഓഗസ്റ്റ് 2025 ഡിഗ്രി പരീക്ഷകൾക്ക് കടക്കൽ PMS കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പരീക്ഷാ കേന്ദ്രത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആയൂർ മാർത്തോമ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പരീക്ഷ എഴുതേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പുതുക്കിയ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും ഹോൾ ടിക്കറ്റുകൾ കൈപ്പറ്റാം. അഫിലിയേറ്റഡ് കോളേജുകളിലും പഠനഭാഗങ്ങളിലും സെൻ്ററുകളിലും ഓണം അവധിക്കായി ഓഗസ്റ്റ് 29 വൈകുന്നേരം അടയ്ക്കുന്നതും ഓണം അവധിക്ക് ശേഷം സെപ്റ്റംബർ 9 രാവിലെ പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. ദെൻ ഓഫ് കോഴ്സ് MEd പ്രവേശനത്തിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്, നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ BEd പ്രവേശനത്തിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി അത് വായിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ വിദ്യാർത്ഥികളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.